PM ശ്രീ വിവാദത്തിൽ CPIയുടെ കൂടുതൽ പ്രതികരണങ്ങളുടെ വാർത്തകളും വിശദാംശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതേസമയം CPIയുടെ മന്ത്രിമാർ തന്നെ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിടുന്ന കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്നാണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചിരിക്കുന്നത്. അതൃപ്തി അറിയിച്ചുകൊണ്ട് 4 CPI മന്ത്രിമാരും ഒപ്പിട്ട കത്തും മുഖ്യമന്ത്രിക്ക് നൽകി. 22-ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ വിഷയം ഉന്നയിച്ചപ്പോഴും ഒപ്പിടുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. സർക്കാർ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന വിവരം പാർട്ടി കമ്മിറ്റികളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ 16-ാം തീയതി തന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെന്നാണ് പുറത്തുവന്ന വിവരം. ഇത് തീർത്തും തെറ്റായ രീതിയാണെന്നാണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും CPI ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിലൊന്നും പരിഹാരമുണ്ടായിട്ടില്ല. ഞങ്ങൾ കടുത്ത നീക്കത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളൊരു സൂചന നേരത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടില്ല. ഇനി വരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് മാറി നിന്നേക്കും CPI മന്ത്രിമാർ എന്നുള്ള സൂചനകളുണ്ട്. അത് ബിനോയ് വിശ്വം സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ ഇതിലും ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ബാക്കി വെക്കുകയാണ്. കൂടിയാലോചിച്ചു പറയാം, നവംബർ 4-ന് നടക്കുന്ന യോഗത്തിലടക്കം കൂടിയാലോചിച്ചുകൊണ്ട് പറയാം എന്ന് പറയുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ CPI മന്ത്രിമാരും അതൃപ്തി അറിയിച്ചതായിട്ടുള്ള വാക്കുകൾ വരുന്നത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിടുന്ന കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ CPI മന്ത്രിമാർ വ്യക്തമാക്കിയതാണ് എന്നുള്ള സന്ദേശം കൂടി CPI അണികൾക്ക് നൽകുക കൂടിയാണ് CPI ഇതിൽ എന്നുള്ളതിൽ തർക്കമില്ല. 22-ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഈ ഒപ്പിടുന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്ന കാര്യം CPI മന്ത്രിമാർ വ്യക്തമാക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ആ ഒരു നിലപാടിൽ CPI ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു സമ്മർദ്ദം CPM-ൽ ചെലുത്താൻ ഉള്ള നീക്കം തുടരും CPI എന്നുള്ള പല വിലയിരുത്തലുകളും വന്നതാണ്. ഏതായാലും 4 CPI മന്ത്രിമാരും ഈ വിവരം ഈ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന വിവരം പാർട്ടി കമ്മിറ്റികളെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് 16-ാം തീയതി തന്നെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന് പുറത്തു വിവരം വരുന്നു. ഇത് തെറ്റായ രീതിയാണ് എന്നാണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. മുന്നണി മര്യാദയുടെ ലംഘനം നടന്നു എന്നുള്ള ഒരു നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി പലതവണ പറയുകയും ചെയ്യുന്നു. VV വിനോദ് ചേരുന്നു. വിനോദ്, ഏത് രീതിയിലേക്കാണ് CPI ഇനി കടക്കുന്നത്? എന്ത് കടുത്ത നീക്കമാണ് ഉണ്ടാവുക? അത് ക്യാബിനറ്റ് മുറിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംഭവത്തോടു കൂടി തീരുമോ? വീണ്ടും ചർച്ചകൾ നടക്കുമെന്ന ചോദ്യത്തിനിടയിൽ CPI മന്ത്രിമാർ ഇത് വ്യക്തമാക്കുകയാണ്. അത് അണികൾക്കും ഒപ്പം പാർട്ടി എക്സിക്യൂട്ടീവിനും ഒക്കെ ഉള്ളതാണ്. CPI മന്ത്രിമാർക്ക് ഈ വിഷയത്തിനകത്ത് പങ്കില്ല എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായിട്ട് അറിയിക്കുക, അതൃപ്തി മുഖ്യമന്ത്രി അറിയിക്കുക. അതിനപ്പുറത്തേക്കുള്ള ഒരു സമ്മർദ്ദം കൂടി ഇതിനകത്ത് ഉണ്ടാകുമോ? എന്താണ് CPIയുടെ അടുത്ത നിലപാട് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് എങ്ങനെ വിലയിരുത്താം? അപർണ, CPI കടുത്ത നിലപാട് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല, അതുകൊണ്ട് തന്നെ പാർട്ടി കീഴ്ഘടകങ്ങളെ ഈ കരാറുമായി മുന്നോട്ട് പോകില്ല എന്ന വിവരമാണ് CPI അറിയിച്ചത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നേരത്തെ ഈ വിവരം ഒപ്പിട്ടു എന്ന വിവരം പുറത്തു വരുന്നു. ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയത് നല്ല നടപടിക്രമമല്ല. ഇതിലെ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പരിഹാരമുണ്ടായില്ല എന്ന വാക്കുകളാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇനി CPI ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റന്നാൾ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന വിവരമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അവർ അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്തിലേക്ക് പോകുന്ന ഘട്ടമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം അവശേഷിക്കുന്ന ഒരു നിലയാണുള്ളത്. അവിടെയാണ് CPI ഇടഞ്ഞു നിൽക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ഇന്ന് മുഖ്യമന്ത്രി ഒരു അനന്തര ചർച്ച നടത്തിയെങ്കിൽ പോലും പരിഹാരമുണ്ടാകുന്ന നിലയുണ്ടായില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ആലപ്പുഴയിൽ തന്നെയുള്ള പരിപാടിയാണ്, അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ വികസന പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ നിലനിൽക്കുന്നത്, അതിനെതിരെ ഉള്ള ആളുകളെ ഒപ്പം ഇല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന്
ഒന്ന് ഉണ്ടായതും അത് CPIക്കുള്ള ഒരു കൊട്ട് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എന്നത് തന്നെയാണ്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അവർ പങ്കെടുക്കുന്ന കാര്യം സംശയമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മന്ത്രിമാരുടെ രാജി പോലും CPI ആവശ്യപ്പെടുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ CPIയുടെ ഇനി വരും ദിവസങ്ങളിലെ യോഗങ്ങളിൽ, പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളിലൊക്കെ തന്നെ മന്ത്രിമാർ രാജിവെച്ച് മാറണമെന്ന ആവശ്യം പോലും ഉയർന്നു വരാം. അങ്ങനെയെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI പോകും. അതിനെ എങ്ങനെ CPM വിലയിരുത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിക്കുകയും ചെയ്യും. അപർണ, റൈറ്റ്. വി വിനോദ്, എന്താണ് CPI അടുത്തത് ചെയ്യാൻ പോകുന്നത്? മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? അങ്ങനെ ഒരു സമ്മർദ്ദം CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ CPM അതേത് തരത്തിലാണ് ടാക്കിൾ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. വരും മണിക്കൂറുകൾ രാഷ്ട്രീയപരമായ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറുന്നത് അതുകൊണ്ട്